ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ടാരോ കാർഡാണ്. ഓറക്കിൾ ഡെക്കും നോക്കും, അതുപോലെ തന്നെ ടൈം കാർഡും നോക്കും. ഷോർട്ടായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. ഇന്ന് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയൂ കേട്ടോ. അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുക. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എന്താണ് മെസ്സേജ് നൽകുന്നത്? ആദ്യത്തെ കാർഡ് വെച്ചിട്ടുണ്ട്, സെക്കൻഡ് കാർഡ് വെച്ചിട്ടുണ്ട്, തേർഡ് കാർഡും വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, ഇത്രയും കൂടി നീക്കി വെക്കണോ? ഒരു കാർഡും കൂടി വയ്ക്കാം. എന്താണ് എനർജി എന്ന് നോക്കാം. 4 കാർഡാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ കാർഡിൻ്റെ മീനിങ്സ് ഞാൻ പറയുകയാണ്. ഓരോ കാർഡിൻ്റെയും മീനിങ്സ് ഞാൻ പറയുകയാണ്. അതിന് ശേഷം ഓറക്കിൾ ഡെക്കും ടൈം കാർഡും നോക്കുന്നതാണ് കേട്ടോ. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് നോക്കൂ, 6 ഓഫ് പെൻഡക്കിൾ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. ഇവിടെ പെൻഡക്കിൾ കാർഡാണ്. പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന പുരോഗതിയാണ് കാണിക്കുന്നത്. ഇവിടെ റിവേഴ്സ് വന്നുകൊണ്ട് യൂണിവേഴ്സ് മീൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൈവശമുള്ള തുക എന്ത് തന്നെ ആയാലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറോട് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വന്നിട്ടുള്ള പുരോഗതി, സ്റ്റെബിലിറ്റി അത് നിങ്ങളുടെ കൈവശം തന്നെ വെക്കുക. സഹായിക്കാതിരിക്കാൻ തീരുമാനിക്കാനാണ് പറയുന്നത്. സഹായിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക എന്നാണ്. ഇപ്പോൾ സമ്പാദ്യത്തെ ശ്രദ്ധിക്കാതെ ചിലവഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എനർജിയോടായിരിക്കാം യൂണിവേഴ്സ് പറയുന്നത്, ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സമ്പാദ്യം ശേഖരിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു സേവിങ്സിനെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താ യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആരിൽ നിന്നോ നിങ്ങൾക്കൊരു സഹായം വരുന്നുണ്ട്. ആ ഒരു സഹായം നിങ്ങൾ നിഷേധിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്, സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന സഹായം അത് എന്ത് തന്നെയായാലും യൂണിവേഴ്സ് തരുന്നതായിട്ട് കരുതുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം സഹായം വരുന്നത്. എന്ത് കാര്യത്തിനായാലും സഹായം എന്ന് പറയുമ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യം മാത്രമല്ല പറയുന്നത്. ആ ഒരു സഹായത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് കരുതിക്കൊണ്ട് ആരാണോ ആ വ്യക്തിയോട് ക്ഷമിക്കുക. ക്ഷമിച്ചുകൊണ്ട് സഹായം സ്വീകരിക്കാൻ തയ്യാറാകൂ എന്നും ഈ കാർഡ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സഹായം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം. യൂണിവേഴ്സിലൂടെ കാർഡ്സിലൂടെ പറയുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് കാർഡ് എടുക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ 8 ഓഫ് പെൻഡക്കിൾ ആണ്. കാണുന്നില്ലേ? 8 ഓഫ് പെൻഡക്കിൾ കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ കഴിവിനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിലെ കഴിവിനെ യൂണിവേഴ്സ് പറയുന്നു. എന്തോ ഒരു കാര്യത്തിൽ ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ആ ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. അതിനെന്താണ് ആവശ്യം? ക്ഷമയാണ് ആവശ്യമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ ക്ഷമയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് പറയുന്നേ. അത് നിങ്ങളുടെ കരിയർ ആയിരിക്കാം, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന പ്രോഗ്രസ്, മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടല്ലോ, എന്താ എനിക്ക് മാത്രം സംഭവിക്കാത്തേ, ഞാൻ ആഗ്രഹിച്ചത് നേടാത്തേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് യൂണിവേഴ്സ് എല്ലാം തരികയാണെങ്കിൽ പിന്നെ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ്. നമുക്ക് നമ്മളിലേക്ക് വരുന്ന പുരോഗതി എന്ന് പറയുന്നത് അതിന് ഒരു സ്ഥിരത വേണ്ടേ, നമുക്ക് എന്നേക്കുമായിട്ട് വേണ്ടേ. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നമ്മളിലേക്ക് പുരോഗതിയാണ്. ഇവിടെ പെൻഡക്കിളിനെ
വെള്ളവും വളവും ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറയുകയാണ്. അതായത് നമ്മുടെ കരിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കണമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ളവർ ഈസി ആയിട്ട് നേടിക്കോട്ടെ, അത് ശാശ്വതമല്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഫലം മതി അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് കാർഡ് പറയുന്നതും 7 ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പുരോഗതി തന്നെയാണ് യൂണിവേഴ്സ് 7 ഓഫ് പെൻറ്റക്കിളിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എനിക്ക് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ലഭിച്ചതിന് അത് നമുക്ക് കിട്ടണ്ടേ? കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ്. ഞാൻ മുന്നോട്ട് പോവുകയാണ്, അതിനുള്ള അടയാളങ്ങളെല്ലാം യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പോകുന്ന വഴിമധ്യേ ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. സയൻസ് കാണുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം, അതുപോലെ തന്നെ റെയിൻബോ കാണുന്നുണ്ടാവാം. അതൊക്കെ ഏഞ്ചലിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. ബി പോസിറ്റീവ്. നിങ്ങൾക്ക് അർഹമായത് നിങ്ങളുടെ കൈകളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഇവിടെ 5 ഓഫ് സോർട്സ് കാർഡ് ഉണ്ടല്ലോ, അത് റിവേഴ്സാണേ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടില്ല ഒന്നും. നിങ്ങൾക്കെന്നല്ല, എനിക്കും ഈസി ആയിട്ടൊന്നും കിട്ടില്ല. നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കൊണ്ട് വാങ്ങിച്ചെടുക്കണം. എനിക്കത് തന്നോ, തരണേ, അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഏതാണ് നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. ഇനി 5 ഓഫ് സോർട്സ് കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാണ്. റിവേഴ്സാണ് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ട്. ആ സ്റ്റക്ക് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തതുകൊണ്ടാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. നിങ്ങൾ അധ്വാനിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ പ്രവർത്തിക്കാഞ്ഞിട്ടല്ല. ഇവിടെ മറ്റുള്ളൊരു വ്യക്തിയുടെ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്കുള്ളത് കൊണ്ടാണ്. അസൂയാവാം, നിങ്ങൾ നന്നാവുന്നതിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്കും പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾ യൂണിവേഴ്സിലാണ് വിശ്വസിക്കേണ്ടത്, പ്രപഞ്ചശക്തിയിലാണ് വിശ്വസിക്കേണ്ടത്. ഇവിടെ നമ്മളിലെ സമാധാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്. ഇവിടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ, എന്നിലൊരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, ഞാൻ വിജയമാവണമെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയും എന്നെ സ്പർശിക്കാൻ പാടില്ല, ഒരു നെഗറ്റീവ് വ്യക്തികളും എന്നെ സ്പർശിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ പോസിറ്റീവ് തിങ്കിങ് ആണ് കൊണ്ടുവരുന്നത്. എന്നിലൊരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരും. ആ ഒരു തിങ്കിങ് കൊണ്ടുവരുന്നതിലൂടെ എൻ്റെ പ്രപഞ്ചശക്തി എൻ്റെ കൂടെ വരും. ഞാൻ ആഗ്രഹിക്കുന്നത് നേടാനായിട്ട് എനിക്ക് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളിൽ സാധിച്ചതായിട്ട് സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിലൊരു ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ കുറ്റം പറയരുത്. ഒരിക്കലും യൂണിവേഴ്സിനെ കുറ്റം പറയരുത്. നമ്മളല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് നല്ലതാവാനായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ. ഈ കാർഡുമായിട്ട്, ഈ 4 കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓറക്കിൾ ഡെക്ക് നോക്കുകയാണ് കേട്ടോ. ഓറക്കിൾ ഡെക്കിൽ എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. ഇവിടെ ഓറക്കിൾ കാർഡ് എടുക്കുകയാണ്. ആദ്യം കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ്. ടെറോ കാർഡിൽ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളിലെ സ്റ്റക്ക് എനർജി, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ് അറിയേണ്ടത് എല്ലാവർക്കും അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. 3 കാർഡാണ് ഞാൻ എടുക്കുന്നത്. ഓരോ കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാണ്. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ്. എന്താണ് പറയുന്നത്? ചലഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് സ്പേസ് ബിറ്റ്വീൻ യു എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള വെല്ലുവിളി. അപ്പോൾ നിങ്ങൾക്ക് ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെ മാറ്റിക്കൊണ്ട് നിങ്ങൾ ഒന്നാവാനായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനാണ് പറയുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഞാൻ പറയുന്നു, എല്ലാവരും ഒരേ എനർജി അല്ല.
റീഡിങ് കാണുന്നുണ്ടെങ്കിൽ കൂടെയും നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവന്നാലേ നിങ്ങളിലെ ഈ വെല്ലുവിളി മാറുള്ളൂ, നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള സാഹചര്യം യൂണിവേഴ്സ് ഒരുക്കുള്ളൂ കേട്ടോ. അപ്പോൾ റീഡിങ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രാർത്ഥിക്കണം. എന്നിലേക്ക് സാധിച്ചു എന്ന് കരുതണം, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നു എന്ന് കരുതണം. സെക്കൻഡ് കാർഡ് ഗോൾഡൻ കേജ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ബ്രേക്ക് ഫ്രീ ഫ്രം സ്ട്രെസ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഇവിടെ പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ടോക്സിക് റിലേഷൻഷിപ്പ് നേരിടുന്നവരുണ്ട്, അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ എന്താണ്, ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വെല്ലുവിളികൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ നോക്കിക്കാണേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ നിന്നും മാറി നിൽക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയുള്ള എനർജികളോടാണ് പറയുന്നത്, എല്ലാവരോടും അല്ല കേട്ടോ. ഇനി നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം. കാണുന്നുണ്ടോ? ചൂസ് വൈസ്ലി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കൂ. കൺസിഡർ ലോങ് ടേം ഇഷ്യൂ ബിഫോർ യു കമ്മിറ്റ്. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഡിസ്റ്റൻസ് വന്നതുകൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. മാത്രമല്ല ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഇവിടെ മാറേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നു. സെൽഫ് ലവ് ചെയ്യാൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, ഈ ബന്ധത്തിൽ നിന്നും മാറി നിൽക്കുക. ഇനി നിങ്ങൾ ഒന്നാവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഡിസ്റ്റൻസ് വന്നതിന് കാരണം എന്താണോ ആ കാരണത്തെ സാധൂകരിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനിയും വ്യക്തത വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കാർഡ് എടുക്കാം. എല്ലാതും ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലല്ലോ, സാഹചര്യം മൂലം വന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി എടുക്കുന്നത്. എംബ്രേസ് ചേഞ്ച് എന്നാണ് പറയുന്നത്. എന്താണ്? ട്രൂ ചലഞ്ചസ് ട്രൂ കണക്ഷൻ ക്യാൻ ഫ്ലോറിഷ്. നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഹാർമണി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ബീയിങ് ഇൻ ട്യൂൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ഗെറ്റിംഗ് അലോങ് എന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയതിന് യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെല്ലുവിളികളിലൂടെ യഥാർത്ഥ ബന്ധം വളരുമെന്നാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ വാല്യൂ മനസ്സിലാകുന്നവർക്ക് അവർക്ക് ഈ ബന്ധത്തിൻ്റെ എന്താ ഉണ്ടാകാൻ പോണേ, ഈ ബന്ധത്തിൽ പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈസി ആയിട്ട് ഒരു ലൈഫ് മുന്നോട്ട് പോവില്ല, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, നോ കോണ്ടാക്ട് വന്നവർക്ക് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കാം. അതിലൂടെ ഗ്രോത്ത് എന്നാണ് പറയുന്നത്, ജേണി എന്നാണ് പറയുന്നത്, ഒരു മാറ്റമാണ് പറയുന്നത്. അത് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നവരുടെ എനർജിയാണ്. അവർക്ക് എന്താണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്? ഹാർമണിയാണ്. പരസ്പരം മനസ്സിലാക്കുന്നവർക്ക് അവരുടെ ബന്ധം വളരുമെന്നാണ് പറയുന്നത്. പരസ്പരം മനസ്സിലാക്കി ഇണങ്ങി ജീവിക്കുക. അപ്പോൾ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? നമ്മളുടെ നെഗറ്റീവിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരിലെ നെഗറ്റീവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വെല്ലുവിളികൾ നേരിട്ട ആ ഒരു സന്ദർഭത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിലെങ്ങനെ പുരോഗതി കൊണ്ടുവരാം, എങ്ങനെ മുന്നോട്ട് നോക്കാം, ഇനി ഈ ബന്ധം തകരരുത്, നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്.
ഡിസ്റ്റൻസ്, എംപ്രൈസ് ചേഞ്ച്, ഹാർമണി. വെല്ലുവിളികൾ പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഒരു കാലയളവാണെന്ന് കരുതുക. ഇനി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് വിജയത്തിലേക്ക് എത്തിക്കുള്ളൂ, മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കാർഡ് പറയുന്നു. ഈ ഡിസ്റ്റൻസ് വെല്ലുവിളികൾ നേരിട്ടിട്ടും ടോക്സിക് ആയിട്ട് പോകുന്നവർക്ക് എന്താണ്? അതിനെ ഉപേക്ഷിക്കുക. എന്നിട്ട് എന്താണ്? ബുദ്ധിമാന്മാരെ പോലെ ചിന്തിക്കുക. എങ്ങനെ ചിന്തിക്കേണ്ടേ? നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് നോക്കുക, നിങ്ങൾക്ക് നല്ലത് വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 തരം വ്യക്തികളെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ വ്യത്യസ്തമായ എനർജിയാണ്. ഡിസ്റ്റൻസ്, എംപ്രൈസ് ചേഞ്ച്, ഹാർമണി ഒരു വിഭാഗം ആൾക്കാർക്ക് എനർജിയാണ് പറയുന്നത്. ഡിസ്റ്റൻസ്, ഗോൾഡൻ കേജ്, ചൂസ് വൈസ്ലി എന്നാണ് ഒരു വിഭാഗം ആൾക്കാർക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ വാലിഡ് ആവുക അത് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഈ റീഡിങ് ഉപേക്ഷിക്കാം. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം കാർഡാണ്. ഓക്കെ, ടൈം കാർഡ് എന്താണ് കാണിച്ചു തരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ ഹാർമണി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കാർഡ് എല്ലാം കൂടി ഇപ്പോൾ വീഴും. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ടൈം? എന്താണ് ആ ടൈം കാർഡിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാണ്. ഇവിടെ 1 മന്ത് എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാര്യങ്ങൾ സ്വീകരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് വരുന്ന കാലയളവാണ് പറയുന്നത് 1 മന്ത്. സെക്കൻഡ് കാർഡ് എടുക്കാണ്. 19 ഡേയ്സ്, 19 ദിവസം. ഒരു കാർഡും കൂടി എടുക്കാണ്. ഇൻ നവംബർ മന്ത്, ഈ മാസം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആവും. എല്ലാവർക്കും അല്ല കേട്ടോ, ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ടൈം കാർഡാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, റീഡിങ്സ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.